കുഴപ്പമില്ല. അവിടെ ഇരിക്കും കേട്ടോ. അവിടെ നിൽക്കട്ടെ. മാല ഇവിടെ ഉണ്ട്.
പൂർണ്ണമ്മ കൊടുത്തൊരു 5 പേരും തട്ടിടുക. വരും പൂർണ്ണമ്മ കൊടുത്തില്ല, ഒരു തട്ട് തരും, അത് ഇട്ടിക്കാം. ദക്ഷിണ കൊടുക്കാം, അവിടെ തിരക്ക് കൂട്ടാതെ ഓരോരുത്തരായിട്ട് അത് വെക്കും. എല്ലാവർക്കും ഒരു ചെറിയ ദക്ഷിണ നിങ്ങൾ ഉള്ളവരെ ഉള്ളത് കൊടുത്താൽ മതി. അതുകൊള്ളവർ സ്വാമിയുടെ അമ്പയുടെ സ്വാമിയുടെ അനുഗ്രഹ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് സമർപ്പണങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവരുണ്ട്. അത് പാത്രത്തിൽ വെച്ച് കൊടുക്കുക. ആർക്കാണ് നിങ്ങൾ കഴിവെന്നത് ചെയ്താൽ മതി കേട്ടോ, അതങ്ങനെയൊന്നുമില്ല. ഹരി ഓം. നിലമ്പൂർ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ സ്വാമിജിയാണ് ആത്മസ്വരൂപാനന്ദജി നമ്മൾക്ക് വേണ്ടി ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ഒരു അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതാണ് ഇപ്പോൾ. ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമഃ ശിവായ.
ഓം ദുർഗായേ നമഃ. ഓം ശ്രീ ധർമ്മശാസ്ത്രേ നമഃ. ഭക്തജനങ്ങൾക്കെല്ലാം അഭിവാദനം അർപ്പിക്കുന്നു. ഈ പുരാതന ക്ഷേത്രം കുറച്ചു കാലം അങ്ങ് മങ്ങലേറ്റ് വീണ്ടും ഉണർന്ന് പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നു. നിലനിൽപ്പ് എല്ലായ്പ്പോഴും ഉയർച്ചയും താഴ്ചയും തരംഗരൂപത്തിലാണ്. വളരെ ഉയരത്തിലുണ്ടായിരുന്നൊരു ക്ഷേത്രം അതിവിടെ നമുക്ക് ചുറ്റുപാടും കാണുമ്പോഴേ അറിയാം. അതിന് കുറേ താഴ്ച വന്നു, വീണ്ടും അത് ഉണർന്ന് എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം ദേവപൂജയും അതിനുവേണ്ടി ബാക്കി ചെയ്യുന്നതെല്ലാം തന്നെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടിയായിട്ട് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. പക്ഷെ നമ്മുടെ മനസ്സ് അതിലാവരുത്. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടി സ്ഥിതി സംഹാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈശ്വരനെ ഏത് പേരിൽ വേണമെങ്കിലും നമുക്ക് ആരാധിക്കാം, ഉപാസിക്കാം, ഏത് നാമം കൊണ്ടും വിളിക്കാം. ഈ ക്ഷേത്രം പുനരുദ്ധരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ത്യാഗം എത്രയോ കൂടുതലായിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. ഇപ്പം നമ്മൾ നിലവിളക്കിൽ എണ്ണ ഒഴിക്കുന്നു, പക്ഷെ അത് നമുക്ക് ദീപം ഇങ്ങോട്ട് തിരിച്ചു തരുന്നു, ദീപമായിട്ട് പ്രകാശമായിട്ട് നമുക്ക് തിരിച്ചു തരുന്നു. ഇതേപോലെ ക്ഷേത്രത്തിലേക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും തിരിച്ചു കിട്ടി നാടിൻ്റെ ഐശ്വര്യത്തിന്. ഒരു നാട്ടിൽ ഒരു ക്ഷേത്രം നന്നായിട്ട് പ്രവർത്തമാനമായിട്ട് വരുന്നു എന്ന സമയത്ത് ആ നാടിന് ഐശ്വര്യം ഉണ്ടാകും. ഐശ്വര്യം ഉണ്ടാകുമ്പോൾ കൂടുതൽ ക്ഷേത്രവും നന്നാവും, ക്ഷേത്രം നന്നാവുമ്പോൾ ഐശ്വര്യവും. ആളുകളുടെ പ്രാർത്ഥനയും പൂജാരിമാരുടെ പൂജയും തന്ത്രിയുടെ കർമ്മങ്ങളൊക്കെ കൂടിയാണ് ആ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം. അതാണ് ശക്തി. അത് ഇടയ്ക്കിടയ്ക്ക് കൊല്ലം തോറും ഇപ്പോൾ നമ്മൾ പുനഃപ്രതിഷ്ഠ നടത്തുന്നു. അതായത് ഒന്നും കൂടെ ആ ഈശ്വര പൂജ ചെയ്യുന്നു, ഈശ്വരാനുഗ്രഹത്തിന് നമ്മൾ പാത്രമാകുന്നു. നമ്മൾ ഇത് ഇവിടെ ക്ഷേത്രത്തിൽ മാത്രം അവസാനിപ്പിക്കരുത്. ഇത് അവരവരുടെ വീടുകളിലും ഇതുപോലെ ഒരു ധാർമ്മിക ജീവിതം. നമ്മുടെ കുട്ടികളൊന്നും ഒരു കാര്യത്തിലും പരാജയപ്പെടരുത്. വിവേകാനന്ദ സ്വാമികളുടെ ഗുരുനാഥനായിട്ടുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, നിങ്ങൾ ഒന്ന് എഴുതിയിട്ട് ഇടുന്ന പൂജ്യങ്ങൾക്കെല്ലാം വിലയുണ്ട്. വെറും പൂജ്യങ്ങൾക്ക് ഒരു വിലയുമില്ല. കുട്ടികളോടാകുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ നല്ല മിടുമിടുക്കന്മാരാണ്, മിടുമിടുക്കിമാരാണ്, നല്ല സുന്ദരന്മാരാണ്, സുന്ദരികളാണ്, പഠിപ്പിലൊക്കെ എല്ലാ വിഷയത്തിലും A+ ഒക്കെ കിട്ടിയിരിക്കുന്നതാണ്, അതുപോലെ ഉദ്യോഗത്തിൽ ഉയർന്ന വലിയ വലിയ പദവിയുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്. ഇതെല്ലാം പൂജ്യത്തിൻ്റെ വില മാത്രമേ അതിനൊക്കെ ഉള്ളൂ. പക്ഷെ ആ പൂജ്യത്തിന് വില ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇടതുവശത്ത് ഒരു സംഖ്യ ഇട്ട് കഴിഞ്ഞാൽ ആ പൂജ്യങ്ങൾക്കൊക്കെ വില വളരെ 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 കൂടും. അതുപോലെ ഈശ്വരനെ നമ്മൾ മുൻപിൽ നിർത്തി നമ്മൾ നേടുന്ന വിദ്യയും സമ്പത്തും ബാക്കിയുള്ളതെല്ലാം അതിന് വില ഉണ്ടാവുന്നത് ആ ഒന്ന് അവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും മുൻപിൽ ഈശ്വരനെ നിർത്തിയിട്ട് നമ്മൾ ഈ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു, ഈ ശരീരം നിലനിൽക്കുന്നു, ഈ നമ്മൾ സംസാരിക്കുന്നു, കാണുന്നു, കേൾക്കുന്നു, പറയുന്ന എല്ലാ പ്രവൃത്തികളും ആ ഈശ്വരൻ്റെ ശക്തിയാണ്. അതായത് നമ്മളുടെ ആരുടെയും ശക്തിയല്ല. ഈശ്വരനാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്.
ഉപനിഷത്തുകളിൽ വേദാന്തത്തിലൊക്കെ അത് തന്നെ പറയുന്നത്. ഈശ്വരന് ഒന്നേ ഉള്ളൂ. ആ ഈശ്വരന് അനന്തമായിട്ടുള്ള രൂപങ്ങളും ഭാവങ്ങളും. ഈശ്വരന് നമുക്ക് ഒന്നേ ഉള്ളൂ. പ്രാകൃത മതങ്ങളെ അവരുടെ മാത്രമെന്ന് പറയും, അങ്ങനെയല്ല. ഈശ്വരന് ഒന്നേ ഉള്ളൂ. പക്ഷെ ആ ഈശ്വരന് ഒരു രൂപം മാത്രമേ പാടുള്ളൂ, ഒരു പേര് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നത് വിവരക്കേടാണ്. ഈശ്വരൻ സർവശക്തനാണെങ്കിൽ ഏത് രൂപത്തിലും നമ്മുടെ മുമ്പിലേക്ക് വരാൻ പറ്റണം. ഇല്ലെങ്കിൽ സർവശക്തൻ എന്ന് പറയുന്നത് ശരിയാവില്ല. ആ സർവശക്തനാണ് ഈശ്വരൻ. ആ ഈശ്വരന് ഏത് രൂപം എടുക്കാം, എവിടെ വേണമെങ്കിലും വിശേഷമായിട്ട് കുടികൊള്ളാം. ഒരു എസ്റ്റേറ്റിൻ്റെ യജമാന് ഒരുപാട് സ്ഥലമുണ്ട്. പക്ഷേ യജമാനെ കാണുന്നത് സ്ഥിരമായിട്ടുണ്ടാവുക ബംഗ്ലാവിലാണ്. പക്ഷെ എല്ലാം യജമാനൻ്റെയാണ്. ഇതുപോലെ ഈശ്വരൻ്റെയാണ് എല്ലാം. പക്ഷെ ക്ഷേത്രങ്ങളിൽ ആ ബംഗ്ലാവ് പോലെയാണ്. ഈശ്വരനെ കാണാൻ, ആ ഉടമസ്ഥനെ കാണാൻ നമുക്ക് ബംഗ്ലാവിൽ ചെന്നാൽ മതി. അതേപോലെ ചുറ്റുപാടുള്ളവർ ക്ഷേത്രത്തിൽ വരണം. ഇവിടുന്ന് പോകുമ്പോൾ ഭഗവാൻ ഇവിടെ ഇരിക്കുക, ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞിട്ടല്ല വേണ്ടത്, ഭഗവാനെയും കൂടെ കൊണ്ടുപോകണം. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ ഇല്ലാതാവില്ല. പൂർണ്ണമത പൂർണ്ണമിതം. ഇവിടെയും പൂർണ്ണമായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ എത്ര കണ്ട് ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ഭഗവാനെ വിളിച്ചു കൊണ്ടുപോയി വീട്ടിലും വിളക്ക് വെക്കണം നിർബന്ധമായിട്ടും. ആ വിളക്കായിട്ടല്ല, അത് ഈശ്വരൻ്റെ പ്രതീകമാണ്. നമുക്ക് സാധാരണയായിട്ടൊരു പ്രയോഗമുണ്ട്, വിളക്ക് പൂജ. വിളക്ക് പൂജ അല്ല, അത് പറയുന്നത് ശരിയല്ല. അത് ഈശ്വര പൂജയാണ്. ഒന്നുകിൽ ദേവീയ പൂജ ആയിരിക്കാം, അല്ലെങ്കിൽ ഈശ്വര പൂജ ആയിരിക്കാം, അല്ലെങ്കിൽ ശിവൻ്റെ പൂജ ആയിരിക്കാം, അല്ലെങ്കിൽ ധർമ്മശാസ്താവിൻ്റെ പൂജ ആയിരിക്കാം, ലളിത ദേവിയുടെ പൂജ ആയിരിക്കാം. അപ്പോൾ അത് ഈശ്വര പൂജയാണ്, അല്ലാതെ വിളക്ക് പൂജയല്ല. വിളക്കിനെ അങ്ങനെ ആരും പൂജിക്കില്ല. വിളക്കിൽ നമ്മൾ ഈശ്വരൻ്റെ സാന്നിധ്യത്തെ ആവഹിച്ച് അതാണ് ദീപം കൊളുത്തുന്നത്. ആ വിളക്കിനെയാണ്, ആ വിളക്കിൻ്റെ പാദത്തിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ അത് ഈശ്വര പൂജയാണ്. അത് നല്ല വിചാരം, നല്ല പ്രവൃത്തികൾ, നല്ല വാക്ക്, നല്ല പ്രവൃത്തി, ഇത് നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടാവണം. എന്നാൽ അതിനനുസരിച്ച് നമുക്ക് ആ ഈശ്വര ചൈതന്യം കൂടുതൽ അനുഭവിക്കാൻ സാധിക്കും. ഇവിടെ ഇന്ന് ഒരു യജ്ഞപൂജ ഏർപ്പാടാക്കിയിരിക്കുന്നു. അത് നമ്മുടെ പുരാതനമായിട്ടുള്ള ഋഷി പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ചയാണ്. പുരാണങ്ങളൊക്കെ നടന്നിരിക്കുന്നത് വലിയ യാഗങ്ങൾ, യജ്ഞങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ സൂതൻ ഇങ്ങോട്ട് കടന്നു വരും. സൂതൻ എന്ന് പറഞ്ഞ ഒരു ലിവിങ് എൻസൈക്ലോപീഡിയ, ഒരു വലിയ സർവ്വവിജ്ഞാന കോശമാണ്. അവർ ത്യാഗികളായിട്ടുള്ള അവർ വരുമ്പോൾ അവരോട് പുരാണങ്ങൾ പറയാൻ പറയും. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ അനൗപചാരിക വിദ്യാഭ്യാസം നമ്മുടെ തലമുറകളായിട്ട് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. സനാതനധർമ്മം നിലനിൽക്കുന്നത് ആ ഋഷി പരമ്പരയിലൂടെയാണ്. അതിൻ്റെ ഒരു ചെറിയ ഒരു പതിപ്പ്, അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ സർവസ്വവും ഈശ്വരന് വേണ്ടിയിട്ടും എന്നെ സമർപ്പിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സന്യാസിമാരെ പൂജിക്കുന്നത് കൊണ്ടും തീർച്ചയായിട്ടും ആ ക്ഷേത്രത്തിനും അതിൽ പങ്കെടുക്കുന്നവർക്കും ഈ നാടിനും ഒക്കെ തീർച്ചയായിട്ടും ഐശ്വര്യം ഉണ്ടാകും. സംശയമേ ഇല്ല ആ കാര്യത്തിൽ. അത് ഞങ്ങളെ വ്യക്തിയെ പൂജിച്ചു എന്നുള്ള ഭാവത്തിലല്ല ഞങ്ങളത് സ്വീകരിച്ചിരിക്കുന്നത്. അത് സർവേശ്വരനെ ആയിട്ടാണ്. സർവേശ്വരനെ നമ്മൾ ഉള്ളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത്. ആ സർവേശ്വരനെ പൂജിക്കുന്നതിന് തുല്യമാണ്. അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് സന്യാസിമാരെ നമ്മൾ അനാദികാലം മുതലേ പൂജിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പുരാണങ്ങൾ വായിക്കുമ്പോൾ സന്യാസിമാർ വരുമ്പോൾ, ഋഷിമാർ വരുമ്പോൾ ആദരിച്ചിരുത്തി അല്ലെങ്കിൽ ക്ഷണിച്ച് വരുത്തി നമ്മൾ പൂജിക്കുന്നതൊക്കെ കാണാറുണ്ട്. അവരുടെ അനുഗ്രഹവും വലിയ ഫലം ചെയ്യുന്നതാണ്. പ്രത്യക്ഷമായിട്ട് പലപ്പോഴും കാണില്ല, ചിലപ്പോൾ പ്രത്യക്ഷമായിട്ട് തന്നെ കണ്ടുവെന്നും വരാം. അത് നമ്മൾ കുട്ടികൾക്ക് നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ആ പാരമ്പര്യം എന്താണെന്നറിയാൻ സന്യാസിമാരെയൊക്കെ വിളിക്കുകയും പ്രഭാഷണം നടത്തുകയും എന്താണ് സനാതനധർമ്മം എന്ന് പറഞ്ഞു കൊടുക്കുകയൊക്കെ വേണം. സനാതനധർമ്മം ഉണ്ടെങ്കിലേ മാത്രമേ സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് ഒരു ജീവിയെയും ഉപദ്രവിക്കരുത്, എല്ലാറ്റിനെയും നമ്മൾ ഈശ്വരഭാവേന സേവിക്കണം.
ഈശ്വരഭാവം എല്ലാവരെയും എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരനെ കണ്ടുകൊണ്ട് ആരാധനയാണ് വാസ്തവത്തിൽ. ഇത് വലിയൊരു പ്രഭാഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സന്ദർഭം അല്ല. എന്തായാലും കുറച്ച് വാക്ക് പറയണമെന്ന് അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഈ ക്ഷേത്രത്തിന് നല്ല വളരെ ഉയർന്നൊരു തലത്തിലേക്ക് എത്തട്ടെ. ഐശ്വര്യപൂർണ്ണമായി നാടിന് മുഴുവൻ വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാവട്ടെ. അത് ഉൾക്കൊള്ളാൻ ഈ നാട്ടിലെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. ഈ ക്ഷേത്ര പുനരുദ്ധാരണത്തിനും ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർക്കെല്ലാം പ്രത്യേകമായി സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്തേ. ഹരിയോ. അടുത്തതായി തൃശ്ശൂർ പൂങ്കുന്നം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശിവാശ്രമം മഠത്തിലെ മഠാധിപതിയാണ് ആദിത്യ സ്വരൂപാനന്ദപുരി. അദ്ദേഹം നമ്മൾക്ക് വേണ്ടി അല്പസമയം ഒരു ഹ്രസ്വമായ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതായിരിക്കും. എല്ലാവരും സ്വാമിയേ ശ്രീധർമ്മശാസ്താവേ പൊന്നു 18-ാം പടിയേ സ്വാമിയേ ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വിശ്വസൃഷ്ടിവിധാതാരം വിശ്വപാലകമച്യുതം വിശ്വനായകമീശാനാം ശാസ്താരം പ്രണമാമ്യഹം. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം ജയ് സായിറാം. നമഃ ശിവായ. ഇന്ന് സമൂഹത്തിൽ മറ്റു പല മതസ്ഥരുടെയും ആരാധനാലയങ്ങൾ വളരെ ഭംഗിയായിട്ട് ഉയർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടേതായിട്ടുള്ള ക്ഷേത്രങ്ങളും അതിൻ്റേതായിട്ടുള്ള ശക്തിയിൽ വളരണം എന്നുള്ളത് പ്രകൃതി നിശ്ചയമാണ്. ആദ്യമായിട്ട് ഈ ക്ഷേത്രത്തെ ഉയർത്താനായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സമയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് എന്തിനും സാമ്പത്തികം വേണം. ആ സാമ്പത്തികം നമ്മൾ ഒരാളിൽ നിന്നല്ല, അനവധി ഈ നാട്ടുകാരിൽ നിന്നും ഈ നാട്ടിൽ നിന്നും പുറത്തുപോയി ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെയാണ് നമ്മൾ സംഭരിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഈ നാട്ടുകാരുടെ മുഴുവൻ സഹകരണം അതിനുണ്ട്. പക്ഷേ നമ്മളുടെ കയ്യിൽ പൈസയുണ്ട്, ഇത് ആരുടെ കയ്യിൽ കൊടുക്കും? അപ്പോൾ അതിന് വിശ്വസ്തരായിട്ടുള്ള നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള നാട്ടുകാർ അവർ ഒരു സമിതി ഉണ്ടാക്കി. ഇപ്പോൾ തിലകൻജിയെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം, വർഷങ്ങളായിട്ട് അറിയാം. ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ കൺവീനർ കൂടിയാണ് തിലകൻജി. അതുമാത്രമല്ല, ഞങ്ങളുടെ ഒരു ബിസിനസ് സ്ഥാപനമുണ്ട്, അതിലും ഡയറക്ടറാണ്. അപ്പോൾ തിലകൻജി പ്രസിഡൻ്റായിക്കൊണ്ട് കൂടെയുള്ള സമിതിയും വെയിലും ചൂടൊന്നും നോക്കാതെ വീട് വീടാന്തരം കയറി ഇറങ്ങി പിരിവ് നടത്തി. ആർക്ക് വേണ്ടിയിട്ടാ? ഈ ക്ഷേത്രം ഏതാണ്ട് 2000 വർഷം പഴക്കമുണ്ടെന്നാണ് തോന്നുന്നത്, അല്ലേ?
3000-ലധികം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം ആരോരും അറിയാതെ, ആരാധനയില്ലാതെ എത്രയോ കാലം കടന്നിരിക്കാം. പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിൽ നിങ്ങളെല്ലാവരും ചേർന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും പ്രതിഷ്ഠയൊക്കെ നടത്തുമ്പോൾ ഈ കലിയുഗത്തിൽ കലിയുഗവരദനായ ശ്രീ ധർമ്മശാസ്താവ് നിങ്ങളുടെ വീട്ടിലൊക്കെ അനുഗ്രഹം ചൊരിയും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ ക്ഷേത്രത്തിൽ നിന്നും കെട്ടുനിറയ്ക്കുക, ഇവിടുന്നായിരിക്കും ഈ നാട്ടുകാർ മുഴുവൻ കെട്ടുനിറയ്ക്കുക, അല്ലേ? കെട്ടുനിറച്ച് പോകുമ്പോൾ ആ ധർമ്മശാസ്താവിൻ്റെ ഓരോരുത്തരും സ്വാമിയെയും ശരണമയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ ആ ശബ്ദഘോഷത്തിൽ ഈ വിഗ്രഹത്തിന് കൂടുതൽ 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 ശക്തി ഉണ്ടാവും. അത് ശക്തി പ്രാപിക്കുമ്പോൾ ഈ നാട്ടിന് വളരെ അനുഗ്രഹമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും, നമ്മൾ ഹിന്ദു ആണല്ലേ, എല്ലാവരും ഹിന്ദുക്കളാണല്ലോ അല്ലേ? നമ്മളൊക്കെ ക്ഷേത്രത്തിൽ വരുന്നവരൊക്കെ ഹിന്ദുക്കളല്ലാത്തവരൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളുടെ സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു മതം തന്നെയാണ് ഹിന്ദുമതം. പലരും പറയും ഹിന്ദു മതമല്ല, സംസ്കാരമാണ്, സനാതനധർമ്മം, അതൊക്കെ എന്തോ ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ മതം തന്നെയാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാവണം. എവിടെയാണ് നിങ്ങളത് കാണിക്കുന്നത്? ഒന്നിലെ ജോലിക്ക് പോകുമ്പോൾ അവിടെ റിലീജിയൻ എന്താ നിങ്ങൾ എഴുതുക? ഹിന്ദു. സ്കൂളിൽ കുട്ടികളെ ചേർക്കാൻ പോകുമ്പോൾ റിലീജിയൻ എന്താ എഴുതുക? ഹിന്ദു. അപ്പൊ ഹിന്ദു എന്താണ്? മതമാണ്. ഹിന്ദു മതമാണ്, യാതൊരു സംശയവുമില്ല. അത് ചങ്കൂറ്റത്തോടു കൂടി പറയാൻ നമുക്ക് സാധിക്കണം. അതാണ് നമുക്ക് ആവശ്യം. മറ്റു മതസ്ഥര് അത് അവരുടെ മതമാണെന്ന് പറയുമ്പോൾ നമ്മൾ സനാതനധർമ്മമോ എന്തോ ആയിക്കോട്ടെ, എന്നാലും ഇത് ഹിന്ദു മതമാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാവണം. അതാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. പിന്നെയോ പരസ്പര സ്നേഹം. നമ്മളുടേതായിട്ടുള്ള സംസ്കാരം സനാതനധർമ്മ സംസ്കാരമാണെന്നൊക്കെ പറയുന്നു. പക്ഷെ ആ സംസ്കാരത്തിൻ്റെ എന്തെങ്കിലും നമ്മൾ വീട്ടിൽ ചെയ്യുന്നുണ്ടോ? നമ്മളെല്ലാം സെൽഫിഷാണ്, സ്വാർത്ഥന്മാരാണ്, സ്വന്തം കാര്യം നടക്കണം. പക്ഷേ ഇന്ന് ഇവിടെ നിങ്ങൾ സ്വന്തം കാര്യം വിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു നന്മ ചെയ്യുന്നു. എന്താണ്? സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാനായിട്ട് ഒരു ക്ഷേത്ര സങ്കേതം ഇവിടെ ഉണ്ടായിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ വേണ്ടത്? നമുക്കിനി വേണ്ടത് ഹിന്ദു മതം പഠിപ്പിക്കാനുള്ള മതപഠനശാല. നിങ്ങൾ നോക്കി നോക്കൂ, ഒരു ക്രിസ്ത്യൻ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിള് നന്നായിട്ട് പറയും, ഇല്ലേ? ഒരു മുസ്ലിം കുട്ടിയോട് ചോദിച്ചാലോ എന്താ പറയുക? ഖുറാൻ പറയും. ഹിന്ദു കുട്ടിയോട് ചോദിച്ചാൽ എന്ത് പറയും? ഒന്നും പറയില്ല. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്, ഹു ആം ഐ? ഞാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മളുടെ യുവതലമുറ വളർന്നു വരുന്നത്. നിങ്ങൾ ഈ പേപ്പറിലൊക്കെ കാണുന്നുണ്ടാവും ഓരോ തരത്തിലുള്ള മദ്യങ്ങളും അതുപോലെ തന്നെ മയക്കുമരുന്നുകളൊക്കെ. അതിൽ കുടുങ്ങിപ്പോകുന്നത് ആരാ ഇവിടെ കൊണ്ടുവരുന്നത്? കൂടുതലും നിങ്ങൾ പേപ്പറിലൊക്കെ വായിക്കുന്നുണ്ടാവും. പക്ഷേ അത് ആരാ കൂടുതൽ ഉപയോഗിക്കുന്നത്? നമ്മുടെ കുട്ടികളത് ഉപയോഗിച്ച് നമ്മളുടെ കുട്ടികളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി കഴിഞ്ഞു. ചെറുപ്പക്കാർക്കൊന്നും അറിയില്ല എന്താണ് അവിടെ സന്യാസിമാരെ കണ്ട് എഴുന്നേറ്റ് നിൽക്കാനുള്ളൊരു മര്യാദ പോലും ഇന്ന് ഹിന്ദു മറന്നിരിക്കുന്നു. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ക്രിസ്ത്യാനി പള്ളിയിലച്ഛൻ കയറി കഴിഞ്ഞാൽ അടുത്തുള്ള ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും പറയും, അച്ചോ ഇരുന്നോളൂ, ഞാൻ നിൽക്കാം. ഒരു സന്യാസി കയറി കഴിഞ്ഞാൽ എന്താ പറയാ? സന്യാസിയാണ്, എന്താണാവോ, ഒരു വിഷമത്തോട് കൂടിയിട്ടാണ്. അപ്പൊ ഇത് മാറണമെങ്കിൽ എന്ത് വേണം? നമ്മൾ സന്യാസി ആരാണെന്നും ഹിന്ദു മതം എന്താണെന്നും ഒക്കെ നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കണം. ഇപ്പൊ നിങ്ങൾ സ്വയം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ അനവധി 12 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള അനവധി കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ട്. ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആലോചിച്ച് നോക്കൂ. അവരൊക്കെ വേറെ എന്തോ ലോകത്താണ്. നമ്മളിന്ന് നമ്മളെ പഠിപ്പിക്കേണ്ടത് യുവതലമുറയ്ക്കാണ്. ആ യുവതലമുറ വളർന്നെങ്കിൽ മാത്രമാണ് സനാതനധർമ്മം നിലനിൽക്കുകയുള്ളൂ, ഹിന്ദുമതം നിലനിൽക്കുകയുള്ളൂ. പ്രത്യേകിച്ച് കേരളത്തിൽ ഞാൻ പറയണ്ട, ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം രാഷ്ട്രീയ സാഹചര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, കമ്മ്യൂണിസം പറയേ, എന്താ പറയുക, കോൺഗ്രസിൻ്റെ കൂടെ പോയി എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, പക്ഷേ
നമ്മൾ ഹിന്ദുവാണെന്നുള്ള ചിന്തയിൽ നമ്മൾ ക്ഷേത്ര ദർശനം നിർബന്ധമാക്കണം. ക്ഷേത്ര ദർശനം നിർബന്ധമാക്കുമ്പോൾ ക്ഷേത്രത്തിൽ ഇന്ന് നമ്മൾ നേരെ അങ്ങോട്ട് ചെരുപ്പിട്ടിട്ട് അവിടെ പുറത്തിറക്കിയിട്ട് അങ്ങോട്ട് നമ്മൾ നേരെ കയറിപ്പോവും അല്ലേ? ഒരു കാല് കഴുകി കയറാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാവണം. സെക്രട്ടറി ഇവിടെ കയറുമ്പോൾ കാല് കഴുകിയിട്ട് വേണം എല്ലാവരും കയറാൻ. അത് നിങ്ങൾ നിർബന്ധമാക്കണം. ഒരു മുസ്ലിം പള്ളിയിൽ ആ മുസ്ലിം സഹോദരന്മാർ പള്ളിയിൽ പോകുമ്പോൾ കയ്യും കാലും കയ്യും കഴുത്തും കാതും ഒക്കെ കഴുകിയിട്ടാണ് കയറുക. ആ ഒരു സംസ്കാരം നമുക്ക് ഉണ്ടെങ്കിൽ കൂടിയും നമ്മളെ കോവിഡ് വന്നപ്പോൾ അത് പഠിപ്പിച്ചു. കോവിഡ് വന്നപ്പോൾ നിങ്ങൾ എത്ര പ്രാവശ്യം കയ്യും കാലും കഴുകി? സ്കൂളിലേക്ക് പോയപ്പോൾ പുറത്ത് സ്കൂളിൽ നിന്ന് വരികയാണെങ്കിൽ കയ്യും കാലും കഴുകും. ആശുപത്രി പോയെന്നാൽ കുളിക്കും, ഡെറ്റോളിട്ട് കുളിക്കും. എന്തൊക്കെയായിരുന്നു? കോവിഡ് പോയപ്പോൾ അതൊക്കെ ആണ് മറന്നുപോയി അല്ലേ? ഇത് നമ്മുടെ സംസ്കാരമാണ്. അതാണ് ഹിന്ദു സംസ്കാരം, സനാതനധർമ്മ സംസ്കാരം എന്ന് പറയുന്നത്. അതൊക്കെയാണ്. നമ്മൾ പണ്ട് കാലത്ത് വീട്ടിലേക്ക് കയറുമ്പോൾ അവിടെ കിണ്ടിയിൽ വെള്ളം ഉണ്ടാവില്ലേ? ഇന്ന് ഏത് വീട്ടിലാ കിണ്ടിയിൽ വെള്ളം? പോട്ടെ, പൈപ്പുണ്ടോ? ചിലപ്പോൾ പുറത്തിരുന്ന ചെരുപ്പിട്ടിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറും. ഇതാണോ നമ്മുടെ സംസ്കാരം പഠിപ്പിക്കുന്നത്? നമ്മൾ തയ്യാറാവണം. ആര് തയ്യാറാവണം? വീട്ടിൽ അമ്മമാർ തയ്യാറാവണം. അമ്മമാർ പറഞ്ഞാലേ കുട്ടികൾ കേൾക്കുള്ളൂ. കാലത്ത് കുട്ടികളെ നിങ്ങൾ എന്ത് വേണം? വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ കാലത്ത് നമസ്കരിക്കാൻ പഠിപ്പിക്കണം. നിങ്ങൾ കുട്ടികളെ നമസ്കരിക്കാൻ പഠിപ്പിക്കണം. ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണെന്നറിയോ? നമസ്കരിക്കില്ല, അങ്ങനെ വന്നിട്ട് മുട്ടും അങ്ങനെ തൊടും. ഇതാണോ നമസ്കാരം? നമസ്കരിക്കാൻ പഠിപ്പിക്കണം. നമ്മൾ കുട്ടികളെ വീടിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അറിയിച്ചു വളർത്തണം. ഇന്ന് നമ്മൾ അത് ചെയ്യുന്നില്ല. അപ്പൊ എന്തുണ്ടാവുന്നു? അമ്മേ എനിക്കൊരു 50 രൂപ വേണം. വാങ്ങിച്ച് അവൻ പോകുന്നു, എന്തോ കാട്ടുന്നു. ചിലപ്പോൾ സിനിമയ്ക്ക് പോകും, ചിലപ്പോൾ സിഗരറ്റ് വലിക്കും, അതെന്തോ ചെയ്യും. അവൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അറിയിച്ചു വളർത്തണം. ഇന്ന് നിങ്ങളുടെ ഇരിക്കുന്ന എത്ര പേരുടെ വീടിൻ്റെ ആധാരം വീട്ടിലുണ്ട്? ഒന്ന് കൈ ബന്ധിച്ചേ. വീട്ടിൽ ആധാരമുള്ളവർ, സ്വന്തം വീടിൻ്റെ ആധാരമുള്ളവർ അവിടെ വളരെ കുറവാണ്. ബാക്കിയുള്ളവരൊക്കെ വളരെ സുരക്ഷിതമായിട്ട് ബാങ്കിലാണ്. എന്തുകൊണ്ടാണ്? സാമ്പത്തിക ബുദ്ധിമുട്ട്. ഹിന്ദുവിന് നിന്ന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ സമൂഹത്തിൻ്റെ ഉള്ളിൽ ചർച്ച ചെയ്യേണ്ടത്. പണമില്ലാത്തവൻ പിണം. നമുക്ക് പണം ആവശ്യമാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലേ ക്ഷേത്രത്തിൽ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? കടം മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ സാമ്പത്തികം നമ്മളുടെ കുടുംബത്തെ നിലനിർത്തേണ്ട ഒരു പ്രധാന ഘടകമാണ്. സാമ്പത്തികം ഉണ്ടാക്കിയേ പറ്റൂ. എനിവേ നമ്മൾ ഏത് വിധേനയും ജോലിക്ക് പോവുക, ഏതെങ്കിലും വിധത്തിൽ നമ്മൾ കൃഷി ചെയ്യുക. ഇപ്പം ആരാ കൃഷി ചെയ്യണേ? ആരും ചെയ്യണില്ല. എത്ര വീട്ടിൽ വെണ്ടക്കായും വഴുതനയുണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്? ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? നോക്കൂ, 1, 2 ഇത്ര ആൾക്കാരിൽ വളരെ കുറച്ച് ആൾക്കാരുടെ വീട്ടില് ഇവർക്കൊക്കെ സ്ഥലം ഉണ്ടല്ലേ? ഇവിടെ ഉള്ളവർക്കൊക്കെ ഒരുവിധമൊക്കെ സ്ഥലം ഉണ്ടാവും. നമുക്ക് വേണ്ടത്, ഞങ്ങൾക്ക് തൃശ്ശൂര് ഞങ്ങളുടെ ആശ്രമത്തിൽ ഞങ്ങൾക്ക് സ്ഥലമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ തൊട്ടപ്പുറത്ത് ഒരു ബിൽഡിംഗ് കിടക്കുന്നുണ്ട്. അതിന്റെ മുകളിലാണ് ഞങ്ങളിപ്പോൾ കൃഷി ചെയ്യുന്നത്. വെണ്ടയ്ക്കയും വഴുതനയും പിന്നെ മുളക്, അങ്ങനെ ചീര, ഇതൊക്കെ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആശ്രമത്തിലേക്ക് വേണ്ടൊക്കെ നമുക്ക് ധാരാളം കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്യാൻ പഠിക്കണം. പരമാവധി നിങ്ങൾ ഈ ടിവിയിലെ സീരിയല് കാണല്ലേ? അതിൽ വീട്ടിന്റെ ഉള്ളിൽ യുദ്ധം ഉണ്ടാക്കാൻ വേറെ ഒന്നും വേണ്ട. മരുമോളും സ്ത്രീയാണ്, അമ്മായിയമ്മയും സ്ത്രീയാണ്. ഒരു വീടിന്റെ ഐശ്വര്യം സ്ത്രീയാണ്, അശ്രീകരം സ്ത്രീയാണ്. ഓരോ അംഗം വെട്ടാൻ വേറെ എന്തെങ്കിലും വേണോ? അപ്പൊ നിങ്ങൾ എന്ത് വേണം? പരസ്പരം സ്നേഹിക്കാനും. TV കാണല്ലേ? അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഇന്ന് ഈ സിനിമ നമ്മുടെ കുട്ടികളെ ക്രിമിനൽസ് ആക്കുകയാണ്. ക്രിമിനൽസ്. അവർക്ക് വേണ്ടാത്തത് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് സിനിമയാണ്. സിനിമയിൽ കാണുന്ന തോന്നിവാസങ്ങൾ മുഴുവൻ അവർ വീട്ടിൽ ട്രയൽ ചെയ്ത് നോക്കുകയാണ്. അമ്മയോടും അച്ഛനോടും സഹോദരനോടും കൂട്ടുകാരോടൊക്കെ. ഇപ്പൊ നോക്കൂ, സ്വന്തം കൂടെ ഒരുപാട് നാള് കൂടെ കൊണ്ടു നടന്ന ഒരു കുട്ടിയെ എന്തോ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി ടീമായിട്ട് അവനെ കൊന്നു, അടിച്ചു കൊന്നു. ക്രിമിനൽസ് ആക്കുകയാണ് ഈ സിനിമയും സീരിയലും എല്ലാം നമ്മുടെ കുട്ടികളെ. അതേസമയം അവനവൻ്റെതായിട്ടുള്ള ഒരു ക്രിസ്ത്യാനിക്ക് ആയാൽ ബൈബിള് പറഞ്ഞു കൊടുക്കാൻ പള്ളിയിൽ പോവും, നിർബന്ധമായിട്ടും പള്ളിയിൽ പോകണം.
മുസ്ലിമിന് അവരുടേതായിട്ടുള്ള തങ്ങളുമാരുണ്ട് പഠിപ്പിക്കാനായിട്ട്. ഹിന്ദു എന്ത് ചെയ്യും? ഇവൻ ഈ സിനിമയും കണ്ട് വീട്ടിൽ തോന്നിയാസം കാണിച്ച് അമ്പലത്തിലും പോവില്ല. എന്തുകൊണ്ടാണ്? നമ്മളവരെ പറഞ്ഞയക്കണം. ആഴ്ചയിലൊരിക്കൽ നമ്മൾക്ക് ഈ അമ്പലത്തിൽ ഒരു ക്ലാസ്, ഇവിടെ അനവധി യോഗ്യരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ആരെങ്കിലും ഒരാളെ വിളിച്ച് മതപഠനശാല, ഭഗവത്ഗീത പഠിപ്പിക്കുക, ഉപനിഷത്ത് പഠിപ്പിക്കുക. നിങ്ങളുടെ രാമായണം മഹാഭാരതം ഒന്നല്ല പഠിക്കണ്ടേ, നിങ്ങൾ വേദങ്ങളും ഉപനിഷത്തുക്കളും. മനസ്സിലായോ? അനവധി ഉപനിഷത്തുകളുണ്ട്. നമ്മൾ രുദ്രാക്ഷം എന്താണെന്ന് പറയുന്ന ഉപനിഷത്തുണ്ട്, രുദ്രാക്ഷ ജാപാല ഉപനിഷത്ത്. തുളസി എന്താണെന്ന് പറയുന്ന തുളസിയോപനിഷത്തുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ സന്യാസം എന്താണെന്ന് പറയുന്ന നാരദ പരിവ്രാജകോപനിഷത്തുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. അതൊക്കെ കുട്ടികളെ ക്ലാസ് വെച്ച് നമ്മൾ പഠിപ്പിച്ച് 6 മാസം കൂടുമ്പോൾ ഒരു ടെസ്റ്റ് നടത്തി ആ കുട്ടികൾക്ക് ഒരു പ്രൈസ് കൊടുക്കാനുള്ള, അങ്ങനെ നിങ്ങൾ ഇവിടെ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് പ്രൈസ് കൊടുക്കാനുള്ളത് ഞാൻ തരാം. അങ്ങനെ ചെയ്യണം. ഇത്തരത്തിൽ നമ്മൾ സാമൂഹികമായിട്ടുള്ള പരിവർത്തനം വരുത്തിയേ പറ്റൂ. കാലത്ത് വയസ്സായ ആൾക്കാരെ സ്കൂളിലേക്ക് പോകുമ്പോൾ നമസ്കരിക്കാൻ പഠിപ്പിക്കണം. അച്ഛനെയും അമ്മയെ നമസ്കരിക്കാൻ പഠിപ്പിക്കണം. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഉരുള കുട്ടിക്ക് കൊടുത്ത് ശീലിക്കുക, അവൻ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് തന്ന് ശീലിക്കുക. ഇതൊക്കെയാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ പല ആൾക്കാരും ബൈക്കിലൊക്കെ കല്യാണം കഴിഞ്ഞാൽ മുമ്പേയൊക്കെ പോവും. അപ്പൊ ആ സമയത്ത് ഐസ്ക്രീം പാർലറിൽ കയറലും കഴിക്കലും പിടിക്കലൊക്കെ ഉണ്ട്. കല്യാണം കഴിഞ്ഞാണ്ടല്ലോ, കഴിഞ്ഞു അതൊക്കെ. കല്യാണം കഴിയണവരെ നമ്മളെ ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുള്ളൂ. കല്യാണം കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ യുദ്ധം വേറെ. ഈ മഹാഭാരതവും രാമായണമൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് നടക്കണേ. ഭൂമിക്ക് വേണ്ടിയിട്ട് മഹാഭാരതം നടക്കുകയാണ് വീട്ടിൽ. ഭാഗം വെപ്പ്. അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേസായി, കൂട്ടായി, ബഹളായി, അല്ലേ? അങ്ങനെയല്ലേ? കേസില്ലാത്തവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? കോടതിയിൽ വ്യവഹാരം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എന്തെങ്കിലും തരത്തിലുള്ള വ്യവഹാരം ഭൂരിഭാഗം ആൾക്കാർക്കുണ്ട്, ന്യൂനപക്ഷമാണ് ഇല്ലാത്തവര്. അപ്പൊ ഇതാണ് നമ്മളുടെ ഹിന്ദുവിന്റെ അവസ്ഥ. ഇത് നമുക്ക് മാറ്റിയെടുക്കണ്ടേ? ഇതെങ്ങനെ മാറ്റിയെടുക്കാം? നിങ്ങൾ ആഴ്ചയിലൊരിക്കൽ നിങ്ങൾ അമ്മമാരെല്ലാവരും ഇവിടെ വരിക. ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സമയം നിങ്ങളെല്ലാവരും കൂട്ടായിട്ടിരുന്ന് കാര്യങ്ങൾ ചിന്തിച്ച് നമുക്കൊരു മാറ്റം വരണമെന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. ഇവിടെ പണ്ട് ക്രിസ്തുവിൻ്റെ ഒരു 6-ാം തിരുമുറിവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാടകം വലിയ പ്രശ്നങ്ങളായിരുന്നു. റോട്ടിൽ അതിനെതിരെ പ്രതികരിക്കാനായിട്ട് കംപ്ലീറ്റ് അമ്മമാരായിരുന്നു, സ്ത്രീകളായിരുന്നു. അത് നിരോധിച്ചു. അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് നിശ്ചയമാണ്. അപ്പം നിങ്ങൾ ഈ അമ്മമാർ സ്വാമി എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി, ഇപ്പം എനിക്കിതിനൊന്നും നേരില്ല, അങ്ങനെ ചിന്തിക്കുമോ? നിങ്ങൾ പ്രവർത്തിക്കുമോ? ഞാൻ വെറുതെ അധരവ്യായാമം നടക്കാന്ന് പറഞ്ഞിട്ടുള്ളൊരു സന്യാസിയായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഇവിടെ എന്തെങ്കിലും നടപ്പിലാവണം. ആദ്യം വേണ്ടത് പൈപ്പ്. കാല് കഴുകിയിട്ട് ഈ ക്ഷേത്രത്തിനുള്ള ആൾക്കാർ കയറാൻ പാടുള്ളൂ. ഇതിനുള്ളിലേക്ക് ഷർട്ട് ഊരണോ വേണ്ടേ? എന്താ സ്ഥിതി? ഷർട്ട് ഊരണം. ഷർട്ട് ഊരിയിട്ട് കയറിയാൽ മതി. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ നമ്മൾ സനാതനധർമ്മ സംസ്കാരത്തിൽ ഉൾക്കൊള്ളുന്ന അവനെ പിന്തുടർന്ന് നമ്മൾ ഹിന്ദുവിൻ്റെ ആ ധർമ്മങ്ങളെ കർശനമായിട്ടും പാലിക്കാൻ നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് ഉന്നതി ഉണ്ടാവുള്ളൂ. സമയമില്ല, അവനിപ്പോൾ നമുക്ക് വേറൊരു ദിവസമാവും. നിങ്ങൾ ഇതുപോലെ കൂടുമ്പോൾ എന്നെ വിളിച്ചാൽ ഞാൻ വരാം കേട്ടോ. എന്തായാലും ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച ഈ നാട്ടിലെ ഇതിൻ്റെ എന്താ പറയുക, സാമ്പത്തികം നേടാനായിട്ട്, സാമ്പത്തികം ഉണ്ടെങ്കിലേ നടക്കുള്ളൂല്ലോ. ഏതാണ്ട് 60 ലക്ഷം രൂപയോളായി തോന്നുന്നു അല്ലേ? അപ്പോൾ അത്രയും സാമ്പത്തികം ഉണ്ടാക്കണമെങ്കിൽ ഈ നാട്ടുപ്രദേശത്തെ എളുപ്പമൊന്നുമല്ല. എന്തായാലും അതിനുവേണ്ടി പ്രവർത്തിച്ച പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള അവരുടെ എല്ലാ സമിതികൾക്കും അംഗങ്ങൾക്കും പിന്നെ ഇതിനോട് സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും പിന്നെ ഈ പൂജാകർമ്മങ്ങളിൽ നമുക്കൊരു തന്ത്രി വേണം ക്ഷേത്രത്തിന്. ആ തന്ത്രിക്കും ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് അഷ്ടൈശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ. ഗണപതി ഉണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇവിടെ പ്രതിഷ്ഠയുണ്ടോ? അല്ല സങ്കല്പം? പ്രതിഷ്ഠയുണ്ട്. നിങ്ങൾ കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും ഞങ്ങളുടെ ആശ്രമത്തിലുണ്ട്. അതുപോലെ കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും ഒരാളുടെ ഗണപതി ഹോമം നിർബന്ധമായിട്ടുണ്ടാകണം കേട്ടോ. എല്ലാ ദിവസവും ഗണപതി ഹോമം മുടങ്ങാണ്ട് നടക്കണം കർക്കിടക മാസത്തിൽ.
നടക്കില്ലേ? നടക്കില്ലേ? ആ, അപ്പോൾ ആ രീതിയിൽ ഭഗവാൻ നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഓം ജയ് സായിറാം. നമഃശിവായ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ നമഃ. സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ആശയഗംഭീരമായ 2 പ്രഭാഷണങ്ങൾ നടന്നു കഴിഞ്ഞു. അതുമാത്രമല്ല, ആത്മസ്വരൂപാനന്ദ സ്വാമിയുടെ മുൻപിലിരുന്ന് സംസാരിക്കാനുള്ള യോഗ്യതയൊന്നും എന്നെപ്പോലെയുള്ളവർക്കില്ല. കാരണം നിങ്ങൾക്കറിയില്ലായിരിക്കും സന്യാസിമാരെ ഇരിക്കുന്ന ആരൊക്കെയാണെന്ന്. ആത്മസ്വരൂപാനന്ദ സ്വാമി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമകൃഷ്ണ പരമ്പരയിൽ ശാരദാംബയുടെ നേരിട്ടുള്ള ശിഷ്യ പരമ്പരയിൽ നിന്നുമുള്ള 3ാമത്തെ പരമ്പരയാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? അത്രയും ഭാരതത്തിൽ തന്നെ പ്രാമുഖ്യം അർഹിക്കുന്ന ഒരു വലിയ യതിവര്യനാണ് സ്വാമി. സ്വാമിയുടെ ശിഷ്യന്മാർ 2 പേരും. പിന്നെ ഞാൻ ശിവഗിരി പരമ്പരയാണ്, അദ്ദേഹം ശങ്കരാചാര്യ പരമ്പര സന്യാസം സ്വീകരിച്ചവരാണ്. എന്നാലും ഈ ഗുരുമഹിമയെ ഇടയ്ക്കൊക്കെ ഒന്ന് ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കുക ഒരു നല്ല കാര്യമാണ്. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ പൂജിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. പക്ഷേ നമ്മുടെ സനാതനധർമ്മം ഇന്ന് നിലനിൽക്കുന്നതിൻ്റെ കാരണം തന്നെ എന്താണ്? സന്യാസിവര്യന്മാരുള്ളത് കൊണ്ടാണല്ലേ. സന്യാസിവര്യന്മാർ എന്നില്ലാതാകുന്നു അന്ന് സനാതനധർമ്മവും ഇല്ലാതാകുന്നു. പക്ഷെ സനാതനം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? ഒരിക്കലും നാശമില്ലാത്തതല്ലേ, എന്നും പുതുമയുള്ളത്, ത്രികാലങ്ങളിലും വർദ്ധിക്കുന്നത്, ത്രികാലങ്ങൾക്കും അതീതമായത് എന്താണോ അതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. സനാതനധർമ്മത്തിൻ്റെ ശരിയായ കാതലായ ഭാഗം എന്ന് പറയുന്നത് ഗുരുക്കന്മാരാണ്, ഗുരുമഹിമയാണ്. സനാതനധർമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം അല്ലേ ഏതാണ്? സ്വാമി പറഞ്ഞായിരുന്നു, സനാതനധർമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം അഹിംസയാണ് അല്ലേ. അഹിംസയാണ് പരമമായ ധർമ്മം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ പഞ്ചമഹായജ്ഞങ്ങൾ, ഞങ്ങൾ കാശിയിലും രാമേശ്വരത്തും പഴനിയിലൊക്കെ പോകാറുണ്ട്. തന്നെയും സന്യാസിവര്യന്മാർ വന്ന് പങ്കെടുക്കുന്ന ഒരു വേദിയിൽ സ്വാമിമാർ 2 പേരും നന്നായി സംസാരിച്ചു. എങ്കിലും ചെറിയ ഒരു കാര്യം, നമ്മൾ മോക്ഷത്തിന് വേണ്ടി പല പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. തന്നെയും സനാതനധർമ്മം പറയുന്നു, പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കാത്ത ഗൃഹസ്ഥാശ്രമിക്ക് മോക്ഷം ഉണ്ടാവില്ല എന്ന്. നിങ്ങൾ അമ്പലത്തിൽ പോയത് കൊണ്ടോ പിന്നെ ആശ്രമത്തിൽ പോയത് കൊണ്ടോ വേദാന്തം പഠിച്ചുകൊണ്ടോ ഒന്നും നേടാനില്ല. എന്ത് ചെയ്യണം? പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കണം. എന്താണ് പഞ്ചമഹായജ്ഞങ്ങൾ? ബ്രഹ്മയജ്ഞം. നിങ്ങൾ ഇപ്പോൾ പങ്കെടുക്കുന്ന യജ്ഞത്തിലാണ്? ബ്രഹ്മയജ്ഞത്തിലാണല്ലേ. രാവിലെ പങ്കെടുത്ത ഈ ദേവയജ്ഞമായിരുന്നു. പിന്നെയോ 3ാമത്തത് പിതൃയജ്ഞമാണ്, ശരീരം വെടിഞ്ഞവർക്കുള്ളൂ അല്ലേ. പിന്നെയോ 4ാമത്തത് ഭൂതയജ്ഞമാണ്, ജീവജാലങ്ങളെ സംരക്ഷിക്കുക. 5ാമത്തത് മനുഷ്യയജ്ഞമാണ് അല്ലേ, നരസേവയാണ് നാരായണ സേവ. ഈ 5 മഹായജ്ഞങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതിനെക്കുറിച്ച് ബൃഹത്തായിട്ട് ഒന്ന് സംസാരിക്കണേ തന്നെ ഒരു 2 മണിക്കൂറെങ്കിലും വേണം. അത്രയ്ക്ക് ബൃഹത്തായൊരു കാര്യമാണ് സനാതനധർമ്മത്തിൻ്റെ ഈ പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്നത്. 15 കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മത്തിൽ പറഞ്ഞത്. അത് തന്നെ ഭാരതീയ ഋഷികൾ ഉപനിഷത്തുകളിലും ധർമ്മശാസ്ത്രങ്ങളിലും എല്ലാം ഇത് പറയുന്നുണ്ട്. 15 കാര്യങ്ങൾ എന്തൊക്കെയാണ്? പഞ്ചശുദ്ധി, ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി പറയല്ലേ. ആദ്യത്തെ എന്താ? നമ്മൾ ആദ്യം കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താ? നമ്മളൊക്കെ കുട്ടികളാണല്ലേ. ഏത് കാര്യത്തിലാ? അറിവിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും കുട്ടികളാണ്. പഞ്ചശുദ്ധികൾ ഏതൊക്കെയാണ്? ശരീരശുദ്ധി എന്ന് പറയൂ. വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി. ഒരു വെല്ല് മാത്രം വന്നില്ലോ, വിട്ടുപോയില്ലേ. ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി. ഇനിയോ പഞ്ചധർമ്മങ്ങൾ ഏതൊക്കെയാണ്? അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം. ഒന്നുകൂടെ പറയല്ലേ. അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം. അതിനെക്കുറിച്ചൊക്കെ സ്വാമി പറഞ്ഞു തന്നു. ഈ യജ്ഞത്തെക്കുറിച്ചൊക്കെ ഒരു സ്വാമിജി 2 പേരും സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് യജ്ഞം ഏതാണെന്ന് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ യജ്ഞത്തിൽ പെടുന്നതാണ്. പിന്നെയോ 3ാമതാണ് ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം,
മനുഷ്യയായിരിക്കും അല്ലേ? അപ്പം ഈ 15 കാര്യങ്ങൾ ഒരു ഗൃഹസ്ഥൻ്റെയും സന്യാസിയുടെയും ഒക്കെ ജീവിതത്തിലെല്ലാം പരിപാലിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ധർമ്മത്തെ രക്ഷിച്ചു കഴിഞ്ഞാൽ ധർമ്മം നമ്മളെ രക്ഷിക്കും. ധർമ്മോ രക്ഷതി രക്ഷിത എന്നാണ് ഉപനിഷത്തുകൾ പറയുന്നത് അല്ലേ? ധർമ്മത്തെ രക്ഷിച്ചാൽ ആര് നമ്മളെ രക്ഷിക്കും? ആ ധർമ്മം നമ്മളെ രക്ഷിക്കും. ഇവിടെ ഇരിക്കുന്ന ആരാ? ധർമ്മശാസ്ത്രാവ് അല്ലേ? അപ്പൊ ധർമ്മത്തെ ശാസിക്കുന്നവൻ ആരാണോ അവനെയാണ് ആരെന്ന് വിളിക്കുന്നത്? ധർമ്മശാസ്ത്രാവ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ധർമ്മത്തെ ശരിക്കും പറഞ്ഞ് ശാസിക്കുന്ന ആരാണ്? ഒരു മനുഷ്യന്റെ ജീവിതത്തില് ആദ്യം ആ കുഞ്ഞിന് ധർമ്മം പറഞ്ഞു കൊടുക്കുന്ന ആരാണ്? അമ്മയാണല്ലേ? ഇപ്പൊ ധർമ്മശാസ്ത്രാവിന്റെ ആദ്യ പ്രകടഭാവം ഏതാണ്? മാതൃഭാവമാണല്ലേ? പിന്നെയോ 6 വയസ്സ് വരെ കുഞ്ഞിനെ സത്യം പറഞ്ഞ് പഠിപ്പിക്കുക. അതിനുശേഷം സമൂഹത്തിലേക്ക് ധർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സത്യം വധ ധർമ്മം ചര അല്ലേ? ധർമ്മത്തിലേക്ക് ആ പുരുഷനെ ആ കുഞ്ഞിനെ കൈപിടിച്ച് സമൂഹത്തിലേക്ക് ഇറക്കുന്ന ആരാണ്? പിതാവാണല്ലേ? അവിടെയും അവന് അറിവ് പകർന്നു കൊടുക്കുന്ന ആരാണ്? ഇതിൻ്റെയൊക്കെ പ്രകടഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണല്ലേ? മാതാവ്, പിതാവ്, ഗുരു അല്ലേ? പിന്നെയാണ് ദൈവത്തിൻ്റെ സ്ഥാനം അല്ലേ? അപ്പോൾ അതുകൊണ്ട് സമൂഹത്തിൽ നമ്മളെപ്പോഴും അച്ഛൻ, അമ്മ, ഗുരുക്കന്മാർക്ക് എപ്പോഴും പ്രാധാന്യം നൽകണം അല്ലേ? ഇന്ന് വലിയ വലിയ പുരോഗമനവാദികൾ പറയുന്നത് എന്താണ്? ദൈവങ്ങളെ പൂജിക്കുന്നു അല്ലേ? അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അച്ഛനെ അമ്മയും ബഹുമാനിക്കാൻ പാടില്ലേ? അവരാളല്ലേ? ഈ സമൂഹത്തിലെ അറിവെല്ലാം ഇവിടെ നിന്നുണ്ടായതാണ്? ആകാശത്ത് നിന്ന് പൊട്ടിമുളിച്ചുണ്ടായതാണോ? അല്ലല്ലോ. ഇവിടെ മനുഷ്യരായി ജനിച്ചവർ തന്നെയാണ് ഈ അറിവെല്ലാം പകർന്നു വെച്ചത്, ഈ സംസ്കാരം ഉണ്ടാക്കി വെച്ചതല്ലേ? അപ്പൊ നമ്മൾ അവരെയല്ലേ പൂർവികന്മാരെ അല്ലേ പൂജിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എപ്പോഴും എല്ലാ വർഷവും ഇതുപോലെയുള്ള ഉത്സവത്തിൽ നിങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ നല്ല പരമ്പരയിൽ നല്ല അറിവുകളുള്ള നല്ല ശാസ്ത്രവിദ്യക്കളായ നല്ല ഗുരുക്കന്മാരെ വിളിച്ചു വരുത്തി യതിപൂജ മുടങ്ങാതെ കൊണ്ടുപോകണം. കാരണം അകത്തിരിക്കുന്ന ആരാണ്? ആ മഹാഗുരുവാണ് അല്ലേ? ധർമ്മത്തെ ശാസിക്കുന്ന ശാസ്ത്രാവാണ്. എല്ലാവർക്കും ഭഗവാൻ ധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹവർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ഗുരുവേ നമഃ. ഇതിനു മുൻപ് സംസാരിച്ച നമ്മുടെ ശ്രീരാമകൃഷ്ണ മഠം സ്വാമിജി ആത്മസ്വരൂപാനന്ദ എൻ്റെയും എൻ്റെ ഗുരുനാഥൻ ആദിത്യ സ്വരൂപാനന്ദ സ്വാമിജിൻ്റെയും ഗുരുവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇന്ന് സംസാരിക്കാനൊന്നും ഞാൻ ആളായിട്ടില്ല. എങ്കിലും ഈ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആൾക്കാരെ വേണം നമ്മൾ ഈ സമയത്ത് ആദരിക്കാനും ബഹുമാനിക്കാനും. കാരണം അവർ ഇത്രയും കാലം എപ്പോൾ വന്നാലും ഈ തിലകേട്ടൻ നമ്മുടെ ആശ്രമത്തിൽ എപ്പോഴും വരും. എപ്പോഴും ഒഴിവില്ല, അമ്പലത്തേക്ക് പോകണം, അമ്പലത്തിൻ്റെ കാര്യം എപ്പോൾ പറഞ്ഞാലും എന്തിന് നമ്മുടെ ആശ്രമത്തിൽ എന്ത് പ്രോഗ്രാമിന് പറഞ്ഞാൽ തന്നെ പറയും, ഇല്ല ഇന്ന് ഒഴിവില്ല, ഇന്ന് അമ്പലത്തിൽ ഒരു പ്രോഗ്രാമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ദിവസം പറഞ്ഞാലും പറയും, ഇന്നൊരാളെ കാണാൻ പോകണം. അങ്ങനെ അമ്പലത്തിന് വേണ്ടി അമ്പലത്തിൻ്റെ പുനരുദ്ധാരണം എപ്പോഴും ചെയ്യണം. ചെയ്ത് ആ നാടിനെ, ഈ അമ്പലത്തിൻ്റെ പേരിൽ ഈ നാട് അറിയണം, ഈ നാട് എല്ലാവിടേക്കും എത്തണം എന്ന് എന്താ പറയുക, ഗൾഫിലത്തെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് വന്ന് ഇതിൻ്റെ ഇപ്പോൾ പറഞ്ഞാൽ അമ്പല കമ്മിറ്റി മാത്രമാണ്, സ്വന്തം വീട്ടിലത്തെ കാര്യങ്ങളും കൃഷി പോലും ആൾ നോക്കണില്ല എന്നാണ് വീട്ടിലുള്ളവരും പറയണത്. വീട്ടിലുള്ളവർക്ക് പോലും തിലകേട്ടനെ കാണാൻ കിട്ടുന്നില്ല. അപ്പം തിലകേട്ടനെ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ബാക്കിയുള്ളവരും കൂടെയുള്ള ആൾക്കാരും തിലകേട്ടൻ ഒറ്റയ്ക്ക് വിചാരിച്ച് അതൊന്നും നടക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ കൂടെ സഹായിക്കണ മാതൃസമിതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമിതിയിലത്തെ അമ്മമാർക്കും എല്ലാവരും ഈ സ്വാമിജിമാർ പറഞ്ഞ പോലെ നല്ലൊരു വേദപഠനമില്ലെങ്കിലും ഈ അമ്പലത്തിനെ കുറിച്ച് എല്ലാ ദിവസവും കുട്ടികൾ അമ്പലത്തിലെത്തണം, ഒഴിവുള്ള ദിവസങ്ങളിൽ അമ്പലത്തിലെത്തണം, അമ്പലത്തിൻ്റെ പരിസരം വൃത്തിയാക്കണം, അമ്പലത്തിൽ പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അമ്പലം ഒരു എന്താ പറയുക, അവർക്ക് വരാൻ തോന്നണം. ഈ പള്ളിയിലായാലും ഈ കുട്ടികൾക്ക് വരാൻ തോന്നുന്നത് അവരുടെ അച്ഛനും അവിടുത്തെ പള്ളിയിലത്തെ പുരോഹിതന്മാർ ആ കുട്ടികളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ തിരുമേനി ആയാലും അല്ലെങ്കിൽ അമ്പല കമ്മിറ്റി ആയാലും ഒന്നിനും അതിനൊരു സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല. കുട്ടികൾക്ക് അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ എന്തായാലും അമ്പലത്തേക്ക് എത്തും. അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ അമ്പല കമ്മിറ്റി മുഖാന്തരം ചെയ്തു കൊടുക്കുക. ഇപ്പോൾ സ്കൂൾ തുറക്കാനാണ് പോണത്,
അപ്പോൾ കുട്ടികൾക്ക് വേണ്ട പഠനോപകരണ സാധനങ്ങൾ അമ്പല കമ്മിറ്റി മുഖാന്തരം കൊടുക്കുക. അങ്ങനെ സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ അമ്പലം മുഖാന്തരം ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം ഇവിടെ എത്തും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഞങ്ങൾ ആശ്രമം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വർഷങ്ങളായിട്ട്. ഓണമായാലും വിഷു ആയാലും അവിടെ എല്ലാ ദിവസവും ഇതുപോലെ അന്നദാനം നമ്മുടെ ആശ്രമത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും മുടങ്ങാതെ 150 പേർക്ക് അന്നദാനം. അത് ഈ റോട്ടിൽ കിടക്കുന്ന ആൾക്കാരാണ്. ഇവിടെ അങ്ങനത്തെ ആൾക്കാർ വരുന്നു എനിക്ക് തോന്നുന്നില്ല. എങ്കിലും നമ്മൾ ഈ ധർമ്മശാസ്താവായതുകൊണ്ട് ഒരു അന്നദാനം എല്ലാ ദിവസവും ഇല്ലെങ്കിൽ ഒരു ശനിയാഴ്ച ദിവസങ്ങളിലേക്കും അന്നദാനം അതുവഴി കൊടുക്കണ്ടായിരുന്നു. സ്വാമിജി, ഇവിടെ നമ്മൾ നിത്യ അന്നദാനം ഈ കൊറോണയ്ക്ക് ശേഷം നമ്മൾ ആരംഭിച്ചിരുന്നു. പക്ഷെ അത് ഇടയ്ക്ക് വെച്ച് നിത്യ അന്നദാനം നമ്മൾ നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ രാവിലെ വന്ന് അരിയും അതുപോലെ കറിയും കഞ്ഞിയും കറിയും ഒക്കെ വെച്ച് കാത്തിരിക്കും. പക്ഷെ കഴിക്കാൻ മാത്രം